എല്ലാവർക്കും നമസ്കാരം. മൈൻസ്റ്റാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Four of Pentacles energy, Ten of Pentacles, Seven of Swords, Eight of Pentacles, High Priestess, Strength card. Four of Pentacles and High Priestess energy നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവിൽ നിങ്ങൾ കുറച്ച് എന്താ പറയുക, അരസികരായിരിക്കും. അതായത് വലിയ സാമൂഹികമായിട്ട് ബന്ധങ്ങളൊന്നും നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. സൗഹൃദങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒത്തിരി ഉള്ള ആളുകളാണെങ്കിൽ പോലും അധികം സൗഹാർദ്ദ കൂട്ടായ്മയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ടുള്ള സംസാരിക്കുക, അധികം സംസാരപ്രിയരായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അധികം സംസാരിക്കാതെ നിങ്ങളോട് ചേർന്ന് നിങ്ങളോട് ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതമാണ്. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഷോപ്പ് ഹോളിക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഒത്തിരി കാണുന്ന എല്ലാം വാങ്ങിച്ചു കൂട്ടുന്ന സ്വഭാവമുള്ളവർ, പക്ഷേ ഈ ഒരു സമയം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ആഡംബരം കാണിക്കാനോ അല്ലെങ്കിൽ ആഡംബരത്തിന് വേണ്ടി പൈസ ചിലവാക്കാനോ ഇഷ്ടപ്പെടാത്തൊരു സമയമാണ്. ഈ ഒരു മാസം നിങ്ങൾ പൊതുവെ കുറച്ച് പറയുകയാണെങ്കിൽ ആത്മീയ കാര്യങ്ങൾ താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പള്ളികൾ, അമ്പലങ്ങളിലൊക്കെ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് താല്പര്യം കൂടുതൽ കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ്. പൊതുവിൽ ഇപ്പോൾ കുട്ടികളൊക്കെയാണ് എങ്കിൽ മാതാപിതാക്കൾ ഇപ്പോൾ ഒരു ഭക്തരാണ് അല്ലെങ്കിൽ ഭക്തി ഉള്ളവരാണ്, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. പക്ഷെ കുട്ടികൾ ഒരിക്കലും അതിലൊന്നും താല്പര്യം കാണിച്ചിട്ടില്ലാതിരിക്കുന്നവരെ സംബന്ധിച്ച് മാതാപിതാക്കളെ സംബന്ധിച്ച് നല്ലൊരു സമയമാണ്. കാരണം കുട്ടികളൊക്കെ ഒത്തിരി അനാവശ്യമായിട്ട് പൈസയൊന്നും ചിലവാക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ല. മറിച്ച് ഭക്തി മാർഗത്തിലായിരിക്കും അല്ലെങ്കിൽ ആത്മീയതയിൽ താല്പര്യം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അനാവശ്യമായിട്ടുള്ള പാഴ്ചെലവുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ആളുകളായിട്ട് സംസർഗം കുറച്ച് കുറവുള്ള സമയമാണ്. കാരണം അധികമായിട്ട് ആളുകളായിട്ട് സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന സിറ്റുവേഷനൊക്കെ കുറവായിരിക്കും. ആ ഒരു സാഹചര്യം ഈ ഒരു മാസത്തിലുണ്ട്. അതേപോലെ 10 of Pentacles ആൻഡ് 8 of Pentacles എനർജിയാണ്. അപ്പം സാമ്പത്തികമായിട്ടുള്ള വളരെ നല്ല സമയമാണ്. അപ്പോൾ ധനം കയ്യിലേക്ക് ഒത്തിരി വരുന്നുണ്ട്, പക്ഷെ ചിലവാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ച് പിശുക്കരാണ് എന്ന പേര് വേണമെങ്കിൽ കേൾപ്പിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ വലിയ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ചിലവാക്കിയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് അനാവശ്യമാണ് അല്ലെങ്കിൽ സ്വയം അല്ലെങ്കിൽ അതൊരു പാഴ്ചെലവാണ് എന്ന് പറഞ്ഞ് പൈസ ചിലവാക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ പിശുക്കർ എന്നുള്ളൊരു പഴി കേൾക്കാൻ ഉള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഔദ്യോഗിക കാര്യങ്ങൾ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ഉത്തരവാദിത്വം നല്ല രീതിയിലും ഏറ്റെടുത്ത് ചെയ്യുന്നവരായിരിക്കാം. നല്ല രീതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ജോലിയിൽ പ്രത്യേകിച്ച് പ്രൊമോഷനോ ശമ്പള വർധനവോ ബോണസോ കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ ശമ്പള വർധനവ് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങൾ ചെയ്ത പ്രവൃത്തികളൊന്നും ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ട്, അതായത് നിങ്ങളുടെ മേലധികാരികളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് വീക്ഷിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന്. പിന്നെ അതേപോലെ തന്നെ ലൈഫിൽ ഇങ്ങോട്ടേക്ക് പൈസയുടെ വരവുണ്ടാകുന്നത് കൊണ്ട് തന്നെ അധികം ചിലവാക്കാത്തത് കൊണ്ട് ഒത്തിരി സേവ് ചെയ്യുന്നുണ്ട്. അതായത് പല പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങാം. കാരണം സാധാരണ സേവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇനി ഭാവിയിലോട്ട് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം.
പല പുതിയ പുതിയ മീറ്റിങ്സ് കാര്യങ്ങൾ, അതായത് സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ബാങ്കിലോ അല്ലെങ്കിൽ പലതരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ ട്രേഡിങ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ താല്പര്യരാകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുന്നുണ്ട്. ഉള്ള സമ്പത്ത് എങ്ങനെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട്. അതേപോലെ 7 ഓഫ് സോഡ്സ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഇവിടെ എടുത്തു പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഭക്തികാര്യം അല്ലെങ്കിൽ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ആത്മീയത, ഭക്തി എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയുമല്ലോ ഒരു കച്ചവടമായി മാറിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ വലിയ വലിയ സാമ്പത്തികമായിട്ട് ഒത്തിരി പൈസ ചിലവാക്കിയിട്ട് വലിയ വലിയ പൂജകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ചില പ്രത്യേക ആരാധനാലയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ ചില ആളുകൾ ചെയ്യുന്ന അതായത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഇതിലൊന്നും പെട്ടുപോകാതിരിക്കുക. ഇപ്പോൾ ആത്മീയത എന്ന് പറഞ്ഞ് ഒരു പരിധി വരെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറിച്ച് ഒരു നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആ ഒരു രീതിയിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നിടത്ത് പെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും കേൾക്കാനും താല്പര്യമാണ്. പക്ഷെ നിങ്ങൾ ചില ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്വയം തന്നെ തോന്നുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് വെറുതെയാണ് നിങ്ങൾക്ക് തോന്നിയാൽ ഇനി അത് എൻ്റെ തോന്നൽ മാത്രമാണെന്ന് ചിന്തിക്കാതെ അത് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് എങ്കിൽ അതാണ് യഥാർത്ഥ്യം എന്നുള്ളത്. കാരണം നിങ്ങളിപ്പോൾ കുറച്ചുകൂടി ഇൻഡ്യൂറ്റീവ്, അതായത് നിങ്ങളുടെ അവബോധ മനസ്സ് ഉണർന്നിരിക്കുന്ന സമയമായതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കിയത് ശരിയാണെന്ന് വിശ്വസിക്കുക. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങാതിരിക്കുക എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. അതേപോലെ സ്ട്രെങ്ത് കാർഡ് ആൻഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫാമിലി ലൈഫ് വളരെ പോസിറ്റീവായിരിക്കും ഈ ഒരു മാസത്തിൽ. കാരണം മറ്റു കാര്യങ്ങളിൽ ചില ആളുകളിപ്പോൾ ഫാമിലി ഉണ്ടെങ്കിലും ചിലപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോരുത്തർക്ക് ലൈഫ് ഉണ്ടാവും, സൗഹൃദങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, പുറത്തു പോയിട്ട് അവരായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. ഫാമിലിയായിട്ട് അധികം സമയം ഒരുമിച്ച് ചിലവാക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഫാമിലിയിൽ നിന്നൊന്ന് അകന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിലൊരു മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുന്നു, ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് യാത്രകൾ ചെയ്യുന്നു, ഒരുമിച്ച് ഒരു കുടുംബം എന്നുള്ള കുടുംബത്തിലൊരു ഇമ്പം ഉണ്ടാകുന്ന സമയമാണ്. നേരത്തെ കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ആ ഒരു ഇമ്പം എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ച് ആ ഒരു സമൃദ്ധി സന്തോഷമൊക്കെ കുടുംബ അന്തരീക്ഷത്തിൽ വന്നു ചേരുന്ന ഒരു മാസമാണ്. അതേപോലെ ദൈവാനുഗ്രഹം വേണ്ടുവോളുള്ളൊരു സമയമാണ്. പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന, നമ്മൾ പറയുമല്ലോ പല വഴികളിലൂടെ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ചിലപ്പം ചില വീട് വാങ്ങിക്കുന്നതോ കാറ് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ വില കൂടിയ നിങ്ങളുടെ ഒത്തിരി നാളത്തെ സേവിങ്സ് എടുത്ത് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചർച്ച നടക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ആ സാഹചര്യത്തിൽ പ്രശ്നങ്ങളോ പല കാരണവശാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റാതാവുകയോ അല്ലെങ്കിൽ നടക്കാതെ പോവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ആ ഒരു ദൈവത്തിൻ്റെ കൈകളാണ് അതിൽ എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം നിങ്ങൾക്ക് അതിലെത്താൻ പറ്റാത്ത അത് നിങ്ങളെ ഒന്നുകിൽ അവർ നിങ്ങളെ പറ്റിക്കാൻ നോക്കുന്നുണ്ട്, നിങ്ങളെ അറിയാതെ പോയ എന്തെങ്കിലും അവിടെ ഉണ്ടാകാം. അത് നിങ്ങൾ ആ ഒരു ഇതിലേക്ക് പെട്ടുപോകാതിരിക്കാൻ നിങ്ങളെ രക്ഷിക്കുന്ന സാഹചര്യമാണെന്നുള്ളത് ചിന്തിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ് വീടോ കാറോ എന്നുള്ളത്. അതായത് അത്ര നല്ല രീതിയിൽ പൈസ ചിലവാക്കുന്ന കാര്യമായിരിക്കാം. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ വീണ്ടും അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ദൈവത്തിൻ്റെ കൈകളാണ്. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നല്ലതുപോലെയുള്ള സമയമാണ്. അപ്പോൾ പല സിറ്റുവേഷനിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങളെ ദൈവം രക്ഷിച്ചു എന്ന് കരുതാം. വീണ്ടും അതിലേക്ക് തന്നെ എടുത്ത് ചാടാതിരിക്കുക, ആലോചിച്ച് നോക്കുക, വീണ്ടും ചിന്തിക്കുക. വീണ്ടും അത് അത്രയ്ക്കൊരു താല്പര്യമാണെങ്കിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്ന സിറ്റുവേഷനാണ്. ഈ ഒരു സമയത്ത് പൊതുവേ
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യ ചിലവുകൾ കാര്യങ്ങളില്ല, അമിതമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ താല്പര്യം, ഗെയിംസ് അതുപോലുള്ള കാര്യങ്ങളൊന്നും താല്പര്യം കുറവായിരിക്കും, ദുഷ്ചിന്തകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത്. പൊതുവിൽ നല്ല ഒരു മനസ്സമാധാനം, പല കാര്യങ്ങളിലും മനസ്സമാധാനമുള്ളൊരു മാസമായിരിക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.